ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് മാത്തമാറ്റിക്സിൻ്റെ അടുത്ത ചാപ്റ്റർ തുടങ്ങുകയാണ്. തേർഡ് ചാപ്റ്റർ, ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. വളരെയധികം പ്രാധാന്യമുള്ള ഒരു ചാപ്റ്ററാണ് ഇത്. കാരണം തുടർ പഠനത്തിൽ നമുക്ക് ഒട്ടേറെ ആവശ്യമുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ട്രിഗണോമെട്രിക് ഫങ്ഷൻ, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ 10ാം ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന പേരിലാണ് നമ്മൾ 10ാം ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടുള്ളത്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സൈഡുകൾ, ആ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന രീതിയിൽ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പരിചയപ്പെട്ടത്. നമുക്ക് അതെന്താണ് എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഈ വർഷത്തെ ടോപ്പിക്കിലേക്ക് കയറാം. നിങ്ങൾ 10ാം ക്ലാസ്സിൽ വെച്ച് പരിചയപ്പെട്ടത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുന്നു. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അറിയാം, ഒരു ആംഗിൾ 90 ഡിഗ്രി വരുന്ന ട്രയാങ്കിൾ. മലയാളം മീഡിയംകാർ ഓർക്കുക, മട്ടത്രികോണം എന്ന വാക്കായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുകയാണ്, ABC എന്ന് പറയുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ്, ഒരു ആംഗിൾ എടുക്കുന്നു, A എന്ന് പറയുന്ന ഒരു ആംഗിൾ എടുത്തു. നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ സംബന്ധിച്ച് നമുക്കറിയാം, 90 ഡിഗ്രി ആംഗിൾ ഏതാണോ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന സൈഡായിരിക്കും ഏറ്റവും നീളം കൂടിയ സൈഡ്. 90 ഡിഗ്രി ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, അതിനെ നമ്മൾ ഹൈപ്പോട്ന്യൂസ് എന്നാണ് വിളിക്കുക. മലയാളത്തിൽ കർണം എന്ന പദമാണ് മലയാളത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏറ്റവും നീളം കൂടിയ സൈഡ് ഹൈപ്പോട്ന്യൂസ്. ഇനി A എന്ന് പറയുന്ന ആംഗിൾ പരിഗണിക്കുന്നു. ഈ ആംഗിളിനെ ബേസ് ചെയ്തുകൊണ്ട് ബാക്കി രണ്ട് സൈഡുകൾക്ക് നമുക്ക് പേര് കൊടുക്കാം. ഈ ആംഗിൾ A ഉൾപ്പെടുന്ന ആ സൈഡിനെ നമ്മൾ അഡ്ജസൻറ്റ് സൈഡ് അല്ലെങ്കിൽ സമീപവശം എന്ന് മലയാളത്തിൽ പറയും. ഈ സൈഡ് AB എന്ന സൈഡിനെ നമ്മൾ അഡ്ജസൻറ്റ് സൈഡ് എന്ന് വിളിക്കും. BC എന്ന സൈഡിനെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശം എന്നും വിളിക്കും. ഇവിടെ A എന്ന ആംഗിളിനെ ബേസ് ചെയ്താണ് ഇങ്ങനെ പറഞ്ഞത്. എയുടെ സ്ഥലത്ത് ആംഗിൾ C ആണ് എന്നുണ്ടെങ്കിൽ എന്ത് മാറ്റം സംഭവിക്കും? എന്താണ്? AB ഓപ്പോസിറ്റ് സൈഡായും BC അഡ്ജസൻറ്റ് സൈഡായും മാറും. അപ്പോൾ ഏത് ആംഗിളാണ് പരിഗണിക്കുന്നത് എന്നതിനെ ബേസ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിനും അഡ്ജസൻറ്റ് സൈഡിനും മാറ്റം വരും. പക്ഷേ ഹൈപ്പോട്ന്യൂസ് മാറത്തില്ല, അത് ഫിക്സ്ഡ് ആണ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് ഹൈപ്പോട്ന്യൂസ്. ഇതിൽ നിന്ന് നമ്മൾ 6 ട്രിഗണോമെട്രി ഫംഗ്ഷനുകളെ ഡിഫൈൻ ചെയ്തു. അതിൽ ആദ്യത്തേത് സൈൻ ആണ്. സൈൻ എ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് BC, ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് AC. അപ്പോൾ BC ബൈ AC ആണ്. കോസ് എ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. ദാറ്റ് മീൻസ് AB ബൈ AC. ടാൻ എ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്, അതായത് BC ബൈ AB. ഇനി ഈ സൈനയും കോസയും ടാനയും ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 ട്രിഗണോമെട്രി ഫംഗ്ഷനുകളുടെ റെസിപ്രോക്കൽസ് മീൻസ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പരസ്പരം മാറുന്നു അല്ലേ? അപ്പോൾ ആ റെസിപ്രോക്കൽസ് ആയിട്ട് മറ്റ് 3 ട്രിഗണോമെട്രി ഫംഗ്ഷനുകൾ കൂടെ ഡിഫൈൻ ചെയ്യുന്നു. അതിൽ സൈനയുടെ റെസിപ്രോക്കലായി ഡിഫൈൻ ചെയ്യുന്നതാണ് കൊസീക്കെ. സൈനെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണെങ്കിൽ കൊസീക്കെ തിരിച്ചു വരും, ഹൈപ്പോട്ന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്, ദാറ്റ് മീൻസ് AC ബൈ BC. സൈനയുടെ റെസിപ്രോക്കല, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പരസ്പരം മാറ്റി. ന്യൂമറേറ്റർ ഓപ്പോസിറ്റ് സൈഡ് ആയിരുന്നു, ഡിനോമിനേറ്റർ ഹൈപ്പോട്ന്യൂസ് ആയിരുന്നു. അത് തിരിച്ചു വന്നു, ഹൈപ്പോട്ന്യൂസ് ന്യൂമറേറ്ററിലും ഓപ്പോസിറ്റ് സൈഡ് ഡിനോമിനേറ്ററിലും വന്നു. CK അത് കോസ് എയുടെ റെസിപ്രോക്കലാണ്. അപ്പോൾ ഹൈപ്പോട്ന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ദാറ്റ് മീൻസ് AC ബൈ AB. കോട്ടെ അത് ടാൻ എയുടെ റെസിപ്രോക്കലാണ്, അഡ്ജസൻറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്, ദാറ്റ് ഈസ് AB ബൈ BC. ഇങ്ങനെ 6 ട്രിഗണോമെട്രിക് റേഷ്യോസ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന നിലയിലാണ് നമ്മളിത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ളതാണ്, വളരെ വൈഡ് ആപ്ലിക്കേഷനുള്ളൊരു സബ്ജക്റ്റാണ് ഈ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്. അപ്പോൾ ഇത് ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉപയോഗിച്ചാണല്ലോ ഡിഫൈൻ ചെയ്തത്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കൂടെ ആഡ് ചെയ്താൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു ആംഗിൾ 90 ഡിഗ്രി ആകുമ്പോൾ ബാക്കി 2 ആംഗിളുകളുടെ സം 90 ആയാലേ പറ്റൂ, കാരണം ടോട്ടൽ 180 വരണം. അപ്പോൾ ഒരു ആംഗിൾ 90, അപ്പോൾ ബാക്കി രണ്ടിനും കൂടെ ആഡ് ചെയ്യുമ്പോഴും 90 ആവണം. ദാറ്റ് മീൻസ് ദാറ്റ് ഒരു ആംഗിൾ 90ൽ കുറവായിരിക്കും, രണ്ടിൻ്റെയും കൂടെ സമ്മാണ് 90 ആവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആംഗിളുകൾ രണ്ടും 90ൽ കുറഞ്ഞ ആംഗിൾസ് ആയിരിക്കും. അപ്പോൾ A എന്ന് പറയുന്ന ആംഗിൾ 90ൽ കുറഞ്ഞ ആംഗിളാണ്. അപ്പോൾ 90ൽ കുറഞ്ഞ ആംഗിൾസിന് മാത്രമേ ട്രിഗണോമെട്രിക് റേഷ്യോസ് ഡിഫൈൻ ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ സൈൻ 93 അല്ലെങ്കിൽ സൈൻ 95 അല്ലെങ്കിൽ സൈൻ 100 തുടങ്ങി 90 ഡിഗ്രിയിൽ കൂടിയ ആംഗിളുകൾക്കൊന്നും തന്നെ നമുക്ക് ഈ രൂപത്തിൽ ട്രിഗണോമെട്രിക് റേഷ്യോസ് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല.
ഇങ്ങനെയാണ് ട്രിഗണോമെട്രി റേഷ്യോസ് എന്ന കൺസെപ്റ്റ് ആദ്യം രൂപം കൊള്ളുന്നത്. പക്ഷെ പിൽക്കാലത്ത് ഈ സബ്ജക്റ്റ് കൂടുതൽ ഡെവലപ്പ് ചെയ്യപ്പെടുകയാണ്. കൂടുതൽ ഡെവലപ്പ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡെഫിനിഷൻ കുറച്ചുകൂടി മോഡിഫൈ ചെയ്യുന്നു. കേവലം ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എന്നതിൽ നിന്ന് മാറി കുറച്ചുകൂടി ഈ ഡെഫിനിഷനെ വിപുലീകരിക്കുകയാണ്. അങ്ങനെ വിപുലീകരിക്കുന്നതിലൂടെ 90 ഡിഗ്രിയിൽ കൂടിയ ആംഗിൾസിനും ട്രിഗണോമെട്രി ഫംഗ്ഷനുകൾ ഡിഫൈൻ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഇത് ഡെവലപ്പ് ചെയ്യുന്നു. അതാണ് നമ്മൾ ഈ വർഷം നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാരണം അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതോടുകൂടി ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകൾക്ക് കൂടുതൽ ആപ്ലിക്കേഷൻസ് ഉണ്ടാവുകയാണ്. അപ്പോൾ നമ്മൾ ഈ വർഷം പഠിക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള ഇതിനെ കുറെ കൂടെ മോഡിഫൈ ചെയ്തെന്ന് മീൻസ് ഈ ഡെഫിനിഷൻ തെറ്റെന്നല്ല, ഈ ഡെഫിനിഷൻ ശരി തന്നെയാണ്. പക്ഷേ ഇതിനൊരു പരിമിതിയുണ്ട്. 90 ഡിഗ്രിയിൽ കുറഞ്ഞ ആംഗിൾസിന് മാത്രമേ ട്രിഗണോമെട്രിക് റേഷ്യോ ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നു എന്നുള്ള പരിമിതി. അതിൽ നിന്നും മാറി കൂടിയ ആംഗിൾസിനും 90 ഡിഗ്രിയേക്കാൾ കൂടിയ ആംഗിളുകൾക്കും എത്ര കൂടിയ ആംഗിൾ ആയാലും അവിടെയെല്ലാം ട്രിഗണോമെട്രി ഫംഗ്ഷനുകൾ ഡിഫൈൻ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഈ ഫംഗ്ഷനെ നമ്മൾ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി മോഡിഫൈ ചെയ്യുകയാണ്. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് ഈ ചാപ്റ്ററിൽ സംബന്ധിച്ച് പറയുകയാണ്, സാധാരണ കുറച്ച് പലപ്പോഴും പലർക്കും ടഫായി ഫീൽ ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ടഫായി ഫീൽ ചെയ്യുന്നത് കൃത്യമായി റെഗുലറായി പഠിക്കുകയും അത് പ്രോബ്ലംസ് കൃത്യമായി ചെയ്ത് നോക്കുകയും ഒക്കെ ചെയ്താൽ ഇതൊരു ടഫ് ചാപ്റ്ററൊന്നുമല്ല, ഈസി ചാപ്റ്ററായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പം നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് കടക്കാം. പക്ഷേ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ട്രിഗണോമെട്രി ഫംഗ്ഷനുകളുടെ ഡെഫിനിഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ട്രിഗണോമെട്രി ഫംഗ്ഷനുകൾ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ആംഗിൾ എന്ന് പറയുന്നത്. എന്താണ് ഒരു ആംഗിൾ? ഇതാണ് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ആംഗിൾ പരിചയപ്പെടാൻ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ ആംഗിൾ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ആംഗിളിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത് രണ്ട് റേ മീൻസ് ഒരു സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ റേ എന്ന് വിളിക്കുന്നത്. രണ്ട് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോയാൽ ലൈൻ എന്ന് വിളിക്കും. ഒരു ഫിക്സ്ഡ് പോയിന്റിൽ തുടങ്ങി ഒരു ഫിക്സ്ഡ് പോയിന്റിൽ അവസാനിച്ചാൽ അതിനെ ലൈൻ സെഗ്മെന്റ് എന്ന് വിളിക്കും. അപ്പോൾ രണ്ട് റേസ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ, രണ്ട് റേസ് മീറ്റ് ചെയ്യുമ്പോഴാണ് ഒരു ആംഗിൾ ഉണ്ടാകുന്നത്. അവിടെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ ഒക്കെ നമ്മൾ ആംഗിളിനെ കുറിച്ച് പരിചയപ്പെട്ടിട്ടുണ്ട്. അവിടെ നമ്മൾ ആംഗിൾ പഠിക്കുമ്പോൾ ആംഗിളിൻ്റെ ഏറ്റവും കുറഞ്ഞ വാല്യൂ ആയി നമ്മൾ പഠിക്കുന്നത് 0 ആണ്. ഏറ്റവും കൂടിയ വാല്യൂ ആയി പഠിക്കുന്നത് 180 അപ്പോൾ ഈ ആംഗിളിനെ കുറിച്ച് രണ്ട് റേ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതാണ് ആംഗിൾ എന്ന കൺസെപ്റ്റിൽ നിന്ന് മാറി ഒരു പുതിയ കൺസെപ്റ്റാണ് ട്രിഗണോമെട്രിയിൽ ആംഗിളിനെ കുറിച്ച് അവതരിപ്പിക്കുന്നത്. അതിന് നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു ലൈൻ എടുക്കുന്നു, ഒരു റേ എടുക്കുന്നു. നമ്മൾ അതിനെ ഇനിഷ്യൽ സൈഡ് എന്ന് വിളിക്കുന്നു. മറ്റൊരു റേ ഈ ഇനിഷ്യൽ സൈഡുമായി കോയിൻസൈഡ് ചെയ്ത് നിൽക്കുകയാണ്, കോയിൻസൈഡ് നിൽക്കുന്നു. ഈ കോയിൻസൈഡ് ചെയ്തിരിക്കുന്ന റേ പതുക്കെ റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാം. ഇപ്പോൾ നോക്കൂ, ഈ റൊട്ടേഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ റൊട്ടേഷൻ എന്ന് പറയുന്നത് ക്ലോക്കിൻ്റെ സൂചി കറങ്ങുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. നമ്മൾ അതിനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് വിളിക്കും. എന്നാൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം, അതായത് ക്ലോക്കിൻ്റെ സൂചി കറങ്ങുന്ന ഡയറക്ഷൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഇതിനെ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് വിളിക്കും. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഒന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനും മറ്റൊന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് രണ്ട് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാം. ഒന്ന് ക്ലോക്കിൻ്റെ സൂചി കറങ്ങുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഈ കാണിക്കുന്ന റൊട്ടേഷൻ, ഇതിനെ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയും. മറ്റൊന്ന് ക്ലോക്കിൻ്റെ സൂചി കറങ്ങുന്നതിൻ്റെ അതേ ഡയറക്ഷൻ, അതിനെ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയും. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്കൊരു റേയെ റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ആംഗിൾ എന്നത് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ റേ റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങിയ പൊസിഷനിൽ നിന്നൊരു ഈ ഒരു പൊസിഷനിൽ എത്തി നിൽക്കുകയാണ്. എവിടെ നിന്നാണോ റേ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങിയത് അതിനെ നമ്മൾ ഇനിഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ഇനിഷ്യൽ സൈഡ് എന്ന് വിളിക്കുന്നു. റൊട്ടേറ്റ് ചെയ്ത് റേ എവിടെ എത്തിയോ അതിനെ നമ്മൾ ടെർമിനൽ സൈഡ് അല്ലെങ്കിൽ ടെർമിനൽ പൊസിഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇനിഷ്യൽ സൈഡ് ഇപ്പോൾ OA ആയിരുന്നു ഇനിഷ്യൽ സൈഡ്, OB ആണ് ടെർമിനൽ സൈഡ്. OA നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, റൊട്ടേറ്റ് ചെയ്ത് OBയിലെത്തി, ടെർമിനൽ സൈഡിൽ എത്തി. അപ്പോൾ എത്രമാത്രം ഇനിഷ്യൽ സൈഡിൽ നിന്നും ടെർമിനൽ സൈഡിലേക്ക് എത്താൻ വേണ്ടി എത്രമാത്രം റൊട്ടേറ്റ് ചെയ്യേണ്ടി വന്നുവോ ആ റൊട്ടേഷൻ്റെ അളവിനെയാണ് നമ്മൾ ആംഗിളായി കണക്കാക്കുന്നത്. അപ്പോൾ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് റൊട്ടേഷൻ ഫ്രം ഇനിഷ്യൽ സൈഡ് ടു ടെർമിനൽ സൈഡ്. ഇനിഷ്യൽ സൈഡിൽ നിന്നും ടെർമിനൽ സൈഡിലേക്ക്
റൊട്ടേറ്റ് ചെയ്യാൻ എത്രമാത്രമാണോ റൊട്ടേറ്റ് ചെയ്യേണ്ടി വന്നത് ആ റൊട്ടേഷൻ്റെ അളവിനെയാണ് നമ്മൾ ആംഗിൾ എന്ന് വിളിക്കുക. അതെങ്ങനെ മെഷർ ചെയ്യും എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ എന്താണ് ആംഗിൾ എന്ന് മനസ്സിലായി. ആംഗിൾ ഈസ് ദ എമൗണ്ട് ഓഫ് റൊട്ടേഷൻ ഫ്രം ഇനിഷ്യൽ സൈഡ് ടു ടെർമിനൽ സൈഡ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റൊട്ടേഷൻ രണ്ട് രീതിയിലാവാം. ഇപ്പോൾ ഇത് പിന്നെ ക്ലോക്കിൻ്റെ സൂചി കറങ്ങുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഒരു റേ റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്കിൽ ആ ആംഗിളിനെ പോസിറ്റീവ് ആംഗിളായിട്ട് പരിഗണിക്കും. എന്നാൽ ഇനിഷ്യൽ സൈഡിൽ നിന്ന് ആരംഭിച്ചിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ്, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്, ഇങ്ങനെയാണ് ഒരു റേ റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ആ റൊട്ടേഷന് ആ ആംഗിളിനെ നെഗറ്റീവ് ആംഗിളായും പരിഗണിക്കും. അപ്പോൾ ആംഗിൾ പോസിറ്റീവ് ആംഗിളും വരാം, നെഗറ്റീവ് ആംഗിളും വരാം. പോസിറ്റീവ് ആംഗിൾ വരുന്നത് ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ്, നെഗറ്റീവ് ആംഗിൾ വരുന്നത് ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ഇതൊരു പുതിയ കൺസെപ്റ്റാണ്. നമ്മൾ സ്കൂൾ തലത്തിൽ പഠിച്ച ആംഗിളിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് നെഗറ്റീവ് ആംഗിൾ എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. ആംഗിൾ നെഗറ്റീവ് ആകുക അത്ര ഒരു സങ്കല്പം നമുക്കുണ്ടായിരുന്നില്ല. നമ്മൾ പോസിറ്റീവ് ആംഗിൾ മാത്രമേ പരിചയപ്പെട്ടുള്ളൂ. സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ് ആംഗിൾ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പോലെ നമ്മൾ പറയും തെറ്റായ കാര്യമാണെന്ന് പറയും. പക്ഷെ ഇപ്പോൾ നമുക്ക് മനസ്സിലായി നെഗറ്റീവ് ആംഗിൾ ഉണ്ട്. റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആ റൊട്ടേഷനെയാണ് നെഗറ്റീവ് ആംഗിളായി കണക്കാക്കുന്നത്. അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് ആംഗിളായിട്ടും കണക്കാക്കുന്നു. അപ്പോൾ ഇതാണ് ആംഗിളിനെ കുറിച്ചുള്ള കൺസെപ്റ്റ്. ഇനി ഈ ആംഗിളിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ആംഗിൾ അളക്കുക, ആംഗിൾ അളക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. നമ്മൾ ആംഗിൾ മെഷർ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. പ്രൊട്രാക്ടർ എന്ന ഉപകരണം ഉപയോഗിച്ച് നമ്മൾ ആംഗിൾ അളക്കുകയും ഓരോ ആംഗിളുകൾ വരയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ആംഗിൾ അളക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചത് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് മെഷർ ചെയ്തപ്പോൾ അവിടെ ആംഗിൾ അളക്കുന്നതിനുള്ള യൂണിറ്റായി ഉപയോഗിച്ചത് ഡിഗ്രി എന്ന് പറയുന്നത് യൂണിറ്റാണ്. ആംഗിൾ അളക്കാൻ ഡിഗ്രി മാത്രമല്ല വേറെയും യൂണിറ്റുകളുണ്ട്. പക്ഷേ ഏറ്റവും സിമ്പിളായി മനസ്സിലാക്കാൻ കഴിയുന്ന യൂണിറ്റ് എന്ന നിലയിൽ ഡിഗ്രി എന്ന യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആംഗിളൊക്കെ താഴ്ന്ന ക്ലാസ്സുകളിൽ മെഷർ ചെയ്യാൻ പഠിച്ചത്. അപ്പോൾ അത് പഠിക്കുമ്പോൾ എന്താണൊരു ഡിഗ്രി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒരു പ്രൊട്രാക്ടർ എടുത്ത് ഒരു ഡിഗ്രി എന്താണെന്ന് വരച്ച് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഒരു ഡിഗ്രി എന്താണെന്ന് വരച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതല്ല, എന്താണ് ഒരു ഡിഗ്രിയുടെ ഡെഫിനിഷൻ, അതിലൊരു ഡെഫിനിഷൻ ഉണ്ട് ഒരു ഡിഗ്രിക്ക്. എന്താണ് ഡിഗ്രി എന്നതുകൊണ്ട് 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് നമ്മളിവിടെ പരിചയപ്പെടാൻ പോവുകയാണ്. അതിന് ഒരു സർക്കിൾ പരിഗണിച്ചു. ഒരു സർക്കിൾ എടുത്തിട്ട് ആ സർക്കിളിൻ്റെ സർക്കംഫറൻസിനെ അല്ലെങ്കിൽ ആ സർക്കിളിൻ്റെ പരിധിയെ 360 പാർട്ടായിട്ട് ഈ ആർക്കുകളായി, ആർക്കെന്ന് പറയാൻ അറിയാം, സർക്കിളിൻ്റെ ഒരു പാർട്ട്, ഒരു ചെറിയ പാർട്ടിനെയാണ് നമ്മൾ ആർക്ക് എന്ന് പറയുന്നത്. ഇവിടെ തുടങ്ങി ഇവിടെ വരെ എത്തുന്നത് അതൊരു ആർക്കാണ്. ഈ സർക്കിളിൻ്റെ പരിധി നമ്മൾ മലയാളത്തിൽ ചാപം എന്ന വാക്കാണ് പഠിച്ചിട്ടുള്ളത്. ഈ സർക്കിളിൻ്റെ പരിധിയെ ഈക്വൽ ലെങ്ത് ഉള്ള 360 ആർക്കുകളായി ഡിവൈഡ് ചെയ്യുക. ഈക്വൽ ലെങ്ത് ഉള്ള 360 ആർക്കുകളായി ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസിനെ ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ ഇങ്ങനെ ഒരു പോയിന്റ് എടുത്തു, നമ്മൾ ഡിവൈഡ് ചെയ്തു, മറ്റൊരു പോയിന്റ് എടുത്തു, ഇങ്ങനെ പോയിന്റുകൾ എടുക്കുകയാണ്. ഇങ്ങനെ പോയിന്റുകൾ എടുത്ത് 360 പാർട്ടുകളായി ഡിവൈഡ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ 360 പാർട്ടുകളായിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്ത് കാണിച്ചു തരാനൊന്നും പറ്റില്ല, കാരണം അത് എളുപ്പമുള്ള കാര്യമല്ല. 360 പാർട്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഭാഗമേ വരത്തുള്ളൂ. അതിലൊരു ഫിഗറിൽ എടുത്ത് കാണിച്ചു തരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഞാനതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ 2-3 പോയിന്റുകൾ ഇങ്ങനെ മാർക്ക് ചെയ്തെന്നുള്ളൂ. ആക്ച്വലി ഇതൊന്നും അല്ല ലെങ്ത്ത്, കുറേ കൂടി വളരെ ചെറിയ ലെങ്ത് ആയിരിക്കും. അതൊരു ഫിഗറിൽ മാർക്ക് ചെയ്ത് കാണിക്കുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു 3-4 പോയിന്റുകൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇതേപോലെ 360 പോലുള്ള 360 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇങ്ങനെ 360 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ ഒരാർക്ക് എടുക്കുക. ആ ഒരാർക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ, ഓക്കെ, ഒരു ചെറിയ ആർക്ക്, ഈ ഒരു ആർക്ക് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ആംഗിൾ എത്താൻ വേണ്ടി ഒരു റൊട്ടേഷൻ ആവശ്യമായി വരുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം റൊട്ടേഷൻ വേണ്ടി വന്നോ ആ റൊട്ടേഷനെയാണ് ഒരു ഡിഗ്രിയായി കണക്കാക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ, ഇതിനെ 360 പാർട്ടായിട്ടാണ്, ആർക്കുകളായിട്ടാണ് ഡിവൈഡ് ചെയ്ത്, അതിൽ ഒരാർക്കിൽ ഉണ്ടാവുന്ന റൊട്ടേഷൻ, അതിനെയാണ് 1 ഡിഗ്രി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മൊത്തം 360 ആർക്കുണ്ടല്ലോ. അപ്പോൾ മൊത്തം എത്ര റൊട്ടേഷൻ വേണ്ടി വരും ഈ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി? നമ്മൾ ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസിനെ 360 പാർട്ടുകളായാണ് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ അതിൽ ഒരാർക്കിൻ്റെ ആ ലെങ്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് ആംഗിളാണ് 1 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ മൊത്തം റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ, കംപ്ലീറ്റ് റൊട്ടേഷൻ പൂർത്തിയാകണമെങ്കിൽ 360 ഡിഗ്രി ആവശ്യമായിട്ട് വരും. വേറെ രീതിയിൽ പറഞ്ഞാൽ
ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എത്രയാണോ അതിൻ്റെ 1/360, അതിൻ്റെ 360 എന്ന് പറയും. ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ്റെ 1/360 പാർട്സ്, അതിനെയാണ് നമ്മൾ 1 ഡിഗ്രി ആയി കണക്കാക്കുന്നത്. അപ്പോൾ എന്താണ് ഡിഗ്രി എന്ന് ചോദിച്ചാൽ 1/360 ഓഫ് 1 കംപ്ലീറ്റ് റൊട്ടേഷൻ. ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ്റെ 1/360 ആണ് 1 ഡിഗ്രി എന്ന് പറയുന്നത്. ഇപ്പം ഞാനിവിടെ വരച്ചിരിക്കുന്ന ആംഗിൾ 1 ഡിഗ്രി ഒന്നും അല്ല. 1 ഡിഗ്രി എന്ന ആംഗിൾ ഇതിനേക്കാളൊക്കെ വളരെ വളരെ ചെറുതാണ്. അതൊരു ഡയഗ്രത്തിലേക്ക് വരച്ച് കാണിച്ചാൽ അത് കാണാൻ തന്നെ ബുദ്ധിമുട്ടുള്ള അത്ര ചെറിയ ആംഗിളാണ്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പ്രൊട്ടക്ട് എടുത്ത് നോക്കിയാൽ 1 ഡിഗ്രി എത്രമാത്രം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ചെറിയൊരു ആംഗിളാണ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ്റെ 1/360 പാർട്ടിനെയാണ് 1 ഡിഗ്രി. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആരും ചോദിച്ചാൽ 1 ഡിഗ്രി എന്താണെന്ന് ചോദിച്ചാൽ പ്രൊട്രാക്ട് എടുത്ത് കാണിച്ചു കൊടുക്കുകയല്ല വേണ്ടത്. ഇതാണ് മറുപടി പറയേണ്ടത്. എന്താണ് 1 കംപ്ലീറ്റ് റൊട്ടേഷൻ്റെ 1/360, അതിനെയാണ് 1 ഡിഗ്രി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറയുന്നത് 360 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സെമി സർക്കിൾ, ദാറ്റ് മീൻസ് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ്റെ ഹാഫ് ഇവിടെ എത്തിച്ചേരുന്നു. അത് എത്ര ഡിഗ്രി ആയിരിക്കും? കംപ്ലീറ്റ് റൊട്ടേഷൻ 360 ആണെങ്കിൽ അതിൻ്റെ ഹാഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് തുടങ്ങിയത് ഇവിടെ അവസാനിക്കുന്നു. ഒരു റൊട്ടേഷൻ്റെ 1/4 അത് എത്രയായിരിക്കും? ദാറ്റ് മീൻസ് ഹാഫിൻ്റെയും ഹാഫ് അത് എത്രയായിരിക്കും? അത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും, ഇവിടെ എത്തുമ്പോൾ 180 ഡിഗ്രി ആയിരിക്കും. ഇതാണൊരു ആംഗിളിനെ കുറിച്ചുള്ള കൺസെപ്റ്റ്. ഇനി 1 ഡിഗ്രി എത്രമാത്രം ചെറുതാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ 1 ഡിഗ്രി ആംഗിളിനെ, വളരെ ചെറിയൊരു ആംഗിളാണ്, 1 ഡിഗ്രി ആംഗിളിനെ വീണ്ടും നമ്മൾ 60 ഈക്വൽ പാർട്ടുകളായി ഡിവൈഡ് ചെയ്യുന്നു. അതിലൊന്നിനെയാണ് നമ്മൾ 1 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 ഡിഗ്രിയുടെ 1/60 ആണ്. 1 ഡിഗ്രി ആംഗിൾ എത്രയാണോ അതിൻ്റെ 1/60 വരുന്ന ആംഗിളിനെയാണ് 1 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര മിനിറ്റാണ് 1 ഡിഗ്രി ആവുക? 1 ഡിഗ്രിയുടെ 1/60 അല്ലേ മിനിറ്റ്. അപ്പോൾ 60 മിനിറ്റ് ആകുമ്പോഴാണ് 1 ഡിഗ്രി ആകുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 60 മിനിറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിഗ്രി. മിനിറ്റ് എന്ന് പറഞ്ഞാൽ ടൈമിൻ്റെ ആ മിനിറ്റ് അല്ല, നമ്മൾ ആംഗിളിൻ്റെ യൂണിറ്റായി ഉപയോഗിക്കുന്ന മിനിറ്റാണ്. 60 മിനിറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിഗ്രി. മിനിറ്റ് എന്നുള്ളതിന് ഇങ്ങനെ ഒരു സിമ്പിളുണ്ട്, ചെറിയ വര മുകളിൽ കൊടുക്കും, വായിക്കേണ്ട. 60 മിനിറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിഗ്രി. ആ 60 മിനിറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ 1 മിനിറ്റ് എന്ന് പറയുന്ന ആംഗിൾ നിങ്ങൾക്ക് വരച്ച് കാണിക്കുക ബുദ്ധിമുട്ടാണ്. 1 ഡിഗ്രി എത്രമാത്രം ചെറുതാണെന്ന് അറിയാം. അതിൻ്റെ 1/60 പാർട്ടിനെ നമുക്കൊരു പേപ്പറിലെടുത്ത് വരച്ച് കാണിക്കാനൊന്നും പറ്റില്ല, ഒന്നും സങ്കല്പിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ് 1 മിനിറ്റ്. ഈ 1 മിനിറ്റിനെ വീണ്ടും നമ്മൾ 60 ഈക്വൽ പാർട്ടായിട്ട് ആംഗിളുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിലൊരു ആംഗിളിനെ നമ്മൾ 1 സെക്കൻഡ് എന്ന് പറയും. അപ്പോൾ എത്ര സെക്കൻഡാണ് 1 മിനിറ്റ് ആവുക? 60 സെക്കൻഡാണ് 1 മിനിറ്റ് ആവുക. ഈ ഇത്രയും റിലേഷൻസ് നമ്മളൊന്ന് ഓർത്ത് വയ്ക്കുക. 60 സെക്കൻഡ്സ് ഈസ് ഈക്വൽ ടു 1 സെക്കൻഡിൻ്റെ സിമ്പിൾ 60 എന്ന് എഴുതി 2 വര ഇങ്ങനെ നമ്മൾ കൊടുക്കുകയാണ്. 60 സെക്കൻഡ്സ് ഈസ് ഈക്വൽ ടു 1 മിനിറ്റ് ആൻഡ് 60 മിനിറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കാണാം. ഇവിടെ നോക്കുക. ഇപ്പോൾ ഒരു സർക്കിൾ പരിഗണിച്ചിരിക്കുകയാണ്. നമ്മൾ ഇനിഷ്യൽ റേ ഈ പൊസിഷനിലാണ് നിൽക്കുക. OA എന്ന് പറയുന്ന ഒരു ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്റ്റാർട്ട് ചെയ്ത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആംഗിൾ കൂടി വരുന്ന കണ്ടോ? ഇപ്പോൾ ആംഗിൾ പോസിറ്റീവ് ആംഗിളാണ്. റൊട്ടേറ്റ് ചെയ്ത് ഈ പൊസിഷനിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ്റെ 1/4 ആണ്. ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ്റെ 1/4 എന്ന് പറയുമ്പോഴേക്കും കംപ്ലീറ്റ് റൊട്ടേഷൻ 360 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ 1/4 ആകുമ്പോൾ 90 ഡിഗ്രി ആയി. അപ്പോൾ ഇവിടെ നമ്മൾ ആംഗിൾ 90 ഡിഗ്രിയാണ് എന്ന് പറയും. ഈ റൊട്ടേഷൻ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് ഒരു ഹാഫ് റൊട്ടേഷൻ പൂർത്തിയാക്കുകയാണ്. ഒരു സെമി സർക്കിൾ പൂർത്തിയാക്കുകയാണ്. ഹാഫ് റൊട്ടേഷൻ പൂർത്തിയാക്കി. അപ്പോൾ നമ്മൾ ആംഗിൾ 180 ഡിഗ്രിയാണ് എന്ന് പറയും. ആംഗിൾ ഈസ് 180 ഡിഗ്രി എന്ന് നമ്മൾ പറയും. ഇനി ഇതിവിടെ അവസാനിപ്പിക്കേണ്ടതില്ല, ഇത് തുടരുകയാണ്. ആംഗിൾ റൊട്ടേഷൻ വീണ്ടും തുടരുകയാണ്. വീണ്ടും തുടരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ആംഗിൾ 180 ഡിഗ്രിയേക്കാളും കൂടുതലായ ആ റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗിൾ, ആ എമൗണ്ട് ആണ് ഇങ്ങനെ കാണിച്ചത്. ഇത്രയും റൊട്ടേറ്റ് ചെയ്തു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വീണ്ടും റൊട്ടേറ്റ് ചെയ്യുകയാണ് 180 ഡിഗ്രി. അപ്പോൾ 180 ഡിഗ്രിയേക്കാൾ കൂടി, ഇപ്പോൾ ഒരു 10 ഡിഗ്രിയും കൂടെ റൊട്ടേറ്റ് ചെയ്തു എങ്കിൽ ഈ 180 ഡിഗ്രിയിൽ നിന്ന് അതിലൂടെ 10 കൂടെ കൂടുമ്പോൾ 190 ഡിഗ്രി ആവും. വീണ്ടും ഇത് റൊട്ടേഷൻ തുടരുകയാണ്. തുടർന്ന് വീണ്ടും ഒരു 90 ഡിഗ്രി കൂടി റൊട്ടേറ്റ് ചെയ്യുന്നു.
90 ഡിഗ്രി കൂടി റൊട്ടേറ്റ് ചെയ്ത് ഈ പൊസിഷനിൽ എത്തിച്ചേരുകയാണ്. ഇപ്പം നമ്മൾ നേരത്തെ 180 ആയിരുന്നു, അതിൻ്റെ കൂടെ 90 കൂടെ റൊട്ടേറ്റ് ചെയ്തപ്പോൾ നമ്മൾ പറയും ആംഗിൾ ഈസ് 270 ഡിഗ്രി എന്ന് പറയും. ആ 270 ആംഗിളാണ്, ഈ റൊട്ടേഷനാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്, 270 ഡിഗ്രി എന്ന് പറയും. ഈ റൊട്ടേഷൻ ഇവിടെ അവസാനിക്കേണ്ടതില്ല, റൊട്ടേഷൻ വീണ്ടും തുടരുകയാണ്. തുടർന്നു വീണ്ടും ഒരു 90 ഡിഗ്രി കൂടി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് റൊട്ടേഷൻ പൂർത്തിയാക്കുന്നു. അപ്പോൾ നമ്മൾ ആംഗിൾ 360 ഡിഗ്രിയാണ് എന്ന് പറയും. ആംഗിൾ ഈസ് 360 ഡിഗ്രി. പക്ഷെ ഒരു റൊട്ടേഷൻ കൊണ്ട് പൂർത്തിയാകണമെന്നില്ലല്ലോ, റൊട്ടേഷൻ ഇനിയും തുടരാമല്ലോ. അപ്പോൾ ഈ 360 ഡിഗ്രിയിൽ നിന്ന് വീണ്ടും ഒരു 10 ഡിഗ്രി കൂടി റൊട്ടേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പോൾ 360യുടെ കൂടെ ആംഗിൾ വീണ്ടും ഒരു 10 കൂടി കൂടുന്നു. അപ്പോൾ 370 ഡിഗ്രി എന്നാണ് നമ്മൾ ആംഗിളിനെ പറയുക. 370 ഡിഗ്രി. റൊട്ടേഷൻ വീണ്ടും തുടരുകയാണ്. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ഒരു ആംഗിൾ 360 കൊണ്ട് അവസാനിക്കേണ്ടതില്ല, വീണ്ടും റൊട്ടേഷൻ തുടരാം. നമ്മളുടെ നേരത്തെ സങ്കല്പം അനുസരിച്ച് ആംഗിൾ 360 കൂടുന്ന ആംഗിളിനെ കുറിച്ച് മാക്സിമം ആംഗിൾ 180 വരെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ 360 കൂടെ ആംഗിൾ വീണ്ടും റൊട്ടേഷൻ തുടരുന്നു. വീണ്ടും ഒരു ഹാഫ് റൊട്ടേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എത്തിച്ചേരും, ഈ പൊസിഷനിൽ എത്തിച്ചേരും. അപ്പോൾ നമ്മൾ അതിനെ 360 പ്ലസ് 90 ദാറ്റ് മീൻസ് 450 ഡിഗ്രി എന്ന് പറയും. പക്ഷെ വീണ്ടും തുടർന്ന് ഒരു 90 ഡിഗ്രി കൂടി റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ 360യുടെ കൂടെ ഒരു 90 കൂടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് 450 ഡിഗ്രിയായി മാറി. റൊട്ടേഷൻ വീണ്ടും തുടരുകയാണ്. വീണ്ടും ഒരു 90 ഡിഗ്രി കൂടെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് വീണ്ടും ഒരു സെമി സർക്കിൾ പൂർത്തിയാകുമ്പോൾ ഈ 450 പ്ലസ് 90 ദാറ്റ് മീൻസ് 540 ഡിഗ്രി. റൊട്ടേഷൻ തുടരുന്നു. വീണ്ടും ഒരു 90 കൂടി റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ പൊസിഷനിൽ എത്തിച്ചേരുകയാണ്. അവിടെ വീണ്ടും 90 കൂടി ദാറ്റ് മീൻസ് 630 ഡിഗ്രി. ഇനി റൊട്ടേഷൻ തുടരുകയാണ്. വീണ്ടും ഒരു 90 ഡിഗ്രി കൂടി റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ രണ്ടാമത്തെ റൊട്ടേഷൻ പൂർത്തിയാക്കി. അപ്പോൾ വീണ്ടും 630 പ്ലസ് 90 ദാറ്റ് മീൻസ് 720. ഒരു റൊട്ടേഷൻ 360 ആണ്. രണ്ടാമത്തെ റൊട്ടേഷൻ പൂർത്തിയാക്കിയപ്പോൾ 720 ഡിഗ്രിയായി. റൊട്ടേഷൻ അവസാനിക്കേണ്ടതില്ല, ഇനിയും തുടരാം. ഇത് വീണ്ടും ഇത് തുടർന്ന് മൂന്നാമതൊരു റൊട്ടേഷൻ കൂടി പൂർത്തിയാക്കിയാൽ അത് ഈ 720 പ്ലസ് 360 അപ്പോൾ 1080 ആവും. അപ്പോൾ ഇങ്ങനെ റൊട്ടേഷൻ എത്ര വേണമെങ്കിലും കണ്ടിന്യൂ ചെയ്ത് പോകാം. ദാറ്റ് മീൻസ് ഈ ആംഗിൾ അങ്ങ് ഇൻഫിനിറ്റിയിലേക്ക് പോകാം. അപ്പോൾ ആംഗിളിന് മാക്സിമം 180യോ 360യോ ഒന്നുമല്ല, എത്ര കൂടി ആംഗിളും ഉണ്ടാകാം. കാരണം റൊട്ടേഷൻ എത്രയാണ്, എത്രമാത്രം റൊട്ടേറ്റ് ചെയ്തു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ആംഗിൾ നമ്മൾ പറയുന്നത്. ആംഗിൾ 730 ഡിഗ്രിയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2 റൊട്ടേഷൻ പൂർത്തിയാക്കി. അപ്പോൾ 720 ആയി. അതിനുശേഷം ഒരു 10 ഡിഗ്രി കൂടി റൊട്ടേറ്റ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ആംഗിൾ 730 ആണെന്ന് പറഞ്ഞാൽ അത് പ്ലസ് 730 ആണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തതാണ്. ഇനി ഈ റൊട്ടേഷൻ തിരിച്ചാകാം, തിരിച്ചിങ്ങോട്ടാകാം. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാവും. എന്ന ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആംഗിൾ നെഗറ്റീവായിട്ടാണ് പരിഗണിക്കുന്നത്. ഇപ്പോൾ ഒരു 10 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ നമ്മൾ -10 ഡിഗ്രി എന്നാണ് പറയുക. ഇത് റൊട്ടേറ്റ് ചെയ്ത് ഒരു റൊട്ടേഷൻ്റെ 1/4 പൂർത്തിയാക്കി. അപ്പോൾ നമ്മളതിനെ -90 എന്നാണ് പറയുക. തിരിച്ച് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു, അതിനെ നമ്മൾ -180 എന്നാണ് പറയുക. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്കിൽ ആ ആംഗിളിനെ നമ്മൾ നെഗറ്റീവ് ആംഗിളായിട്ടാണ് കണക്കാക്കുന്നത്. ആ ഒരു കൺസെപ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. ഇഫ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ആംഗിൾ ഈസ് കൺസിഡേർഡ് ആസ്. അപ്പോൾ ഇതിലൂടെ നമ്മൾ ആംഗിളിനെ സംബന്ധിക്കുന്ന ഒരു പുതിയ കൺസെപ്റ്റാണ് പരിചയപ്പെട്ടത്. ആംഗിൾ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് റൊട്ടേഷനെയാണ് നമ്മൾ ആംഗിളായി പരിഗണിക്കുന്നത്. ഒരു ഇനിഷ്യൽ സൈഡിൽ നിന്നും ടെർമിനൽ സൈഡിലേക്ക് എത്തിച്ചേരാൻ എത്രമാത്രം റൊട്ടേറ്റ് ചെയ്ത് വേണ്ടി വന്നുവോ ആ റൊട്ടേഷനെയാണ് നമ്മൾ ആംഗിളായി പരിഗണിക്കുന്നത്. ആ റൊട്ടേഷൻ്റെ എമൗണ്ടിനെയാണ് ആംഗിളായി പരിഗണിക്കുന്നത്. ആ റൊട്ടേഷൻ ക്ലോക്ക് വൈസിലാണെങ്കിൽ നെഗറ്റീവ് ആംഗിൾ എന്നും ആൻറ്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ പോസിറ്റീവ് ആംഗിൾ എന്നും പരിഗണിക്കും. റൊട്ടേഷൻ നമ്മൾ ഡിഗ്രി മെഷറിനെ പരിചയപ്പെട്ടു. ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ 360 ഡിഗ്രിയാണ്. അപ്പോൾ എത്രമാത്രം വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് ആംഗിൾ എത്ര വേണമെങ്കിലും കൂടുതലാകാം. അതുപോലെ തിരിച്ച് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാം. അപ്പം -90 -180 -270 ഇങ്ങനെ ആംഗിൾ എത്ര വേണമെങ്കിലും നെഗറ്റീവ് ആംഗിളായിട്ട് മാറാം എന്നൊരു പുതിയ കൺസെപ്റ്റാണ് നമ്മൾ ആംഗിളിനെ സംബന്ധിച്ചിപ്പോൾ പരിചയപ്പെട്ടത്. ഇപ്പോൾ ആംഗിൾ അളക്കുന്നതിന് വേണ്ടി നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ വെച്ച് പരിചയിച്ചിട്ടുള്ള യൂണിറ്റാണ് ഡിഗ്രി. ഡിഗ്രി എന്ന് പറയുന്ന യൂണിറ്റ് മനസ്സിലാക്കാൻ എളുപ്പമുള്ള യൂണിറ്റ് എന്ന നിലയിൽ സ്കൂൾ തലത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള യൂണിറ്റാണ് ഡിഗ്രി എന്ന് പറയുന്നത്.
പക്ഷേ ഡിഗ്രി എന്ന് പറയുന്നത് ആംഗിളിൻ്റെ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് അല്ല. ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റിനെ കുറിച്ച് നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും, ഫിസിക്സ് ഒക്കെ പഠിച്ചപ്പോൾ കേട്ട് കാണാം. SI യൂണിറ്റ് എന്ന് പറഞ്ഞ്, ലെങ്ത് ഇൻ മീറ്റർ, മാസ് ഇൻ കിലോഗ്രാം, ടൈം ഇൻ സെക്കൻഡ് തുടങ്ങിയ SI യൂണിറ്റിനെ കുറിച്ച് നിങ്ങൾ ഫിസിക്സ് പഠിച്ചപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ സിസ്റ്റത്തിൽ, സിസ്റ്റം ഇൻ്റർനാഷണൽ എന്ന് പറയും, ആ സിസ്റ്റത്തിൽ ആംഗിൾ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡിഗ്രി അല്ല, മറ്റൊരു യൂണിറ്റാണ് റേഡിയൻ എന്നറിയപ്പെടുന്ന മറ്റൊരു യൂണിറ്റാണ് ആംഗിൾ അളക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ് റേഡിയൻ? റേഡിയൻ എന്ന് പറയുന്ന പുതിയ മെഷർ, അത് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സർക്കിൾ പരിഗണിക്കുകയാണ്. സർക്കിൾ മീൻസ് സെൻറ്റർ ഒറിജിനിൽ വരുന്ന, ഒറിജിൻ സെൻറ്ററായി വരുന്ന ഒരു സർക്കിള്, സെൻറ്റർ ഒറിജിനാണ്. അതോടൊപ്പം റേഡിയസ് 1 യൂണിറ്റ്, ഒരു യൂണിറ്റ് റേഡിയസ് ഉള്ള ഒരു സർക്കിൾ. സെൻറ്റർ ഒറിജിൻ വേണമെന്നില്ല, ഒരു സർക്കിൾ എടുക്കുക, ഒരു റേഡിയസ് 1 യൂണിറ്റ് ഉള്ള ഒരു സർക്കിള് പരിഗണിക്കുന്നു. എന്നിട്ട് ആ 1 യൂണിറ്റ് റേഡിയസ് ഉള്ള, ഒരു യൂണിറ്റ് അല്ല, 6 യൂണിറ്റ് റേഡിയസ്, 6 യൂണിറ്റ് ഉള്ള സർക്കിൾ, 6 യൂണിറ്റ് റേഡിയസ് ഉള്ള ഒരു സർക്കിൾ പരിഗണിക്കുന്നു. അതിനുശേഷം റേഡിയസ് 6 ആണ്. അതിനുശേഷം ഈ റേഡിയസ് എത്രയാണോ അത്രയും തന്നെ ലെങ്ത് ഉള്ള ഒരു ആർക്ക്, എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ഒരു പാർട്ടിനെയാണ് നമ്മൾ ആർക്ക് എന്ന് എടുക്കുന്നത്. അപ്പോൾ OA ആണ് റേഡിയസ്, അത് 6 ആണെന്നിരിക്കട്ടെ. ആ 6 നീളത്തിലുള്ള ഒരു ആർക്ക് പരിഗണിക്കുക. ആർക്കിൻ്റെ നീളം 6 യൂണിറ്റ് ആണ്. 6 യൂണിറ്റ് നീളമുള്ള ഒരു ആർക്ക് കൂടി പരിഗണിക്കണം. അപ്പോൾ എങ്ങനെ തുടങ്ങണം? 6 യൂണിറ്റ് ലെങ്ത് ഉള്ള ഒരു ആർക്ക് നമ്മൾ പരിഗണിക്കുകയാണ്. ആർക്കിൻ്റെ നീളമാണ് 6 യൂണിറ്റ്. അപ്പോൾ റേഡിയസ് 6, അതേ നീളത്തിലുള്ള ആർക്ക്. ഈ ആർക്ക് സർക്കിളിൻ്റെ സെൻറ്ററിൽ ഒരു ആംഗിൾ ഉണ്ടാക്കും. ഈ ആംഗിൾ, അപ്പോൾ ഈ ഫോം ചെയ്യുന്ന ആംഗിൾ, ഈ ആർക്ക് ഉണ്ടാക്കിയ ആംഗിളാണ്. ഈ ആംഗിളിനെയാണ് നമ്മൾ 1 റേഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സർക്കിൾ പരിഗണിക്കുന്നു, ആ സർക്കിളിൻ്റെ റേഡിയസ് 6 ആണ്. ആ സർക്കിളിൻ്റെ റേഡിയസ് 6 ആണ്. ആ സർക്കിളിൽ 6 നീളമുള്ള ആർക്ക്, എത്രയാണോ റേഡിയസ് അത്രയും നീളം തന്നെയുള്ള ആർക്ക് എടുക്കുന്നു. ആ ആർക്ക് സെൻറ്ററിൽ ഒരു ആംഗിൾ ഫോം ചെയ്യും. ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ, ഈ ആർക്ക് ഉണ്ടാക്കിയ ആംഗിളാണ്. ഈ ആംഗിളിനെയാണ് നമ്മൾ 1 റേഡിയനായി കണക്കാക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു റേഡിയൻ എന്ന് പറഞ്ഞാൽ? ഒരു സർക്കിളിൻ്റെ റേഡിയസിൻ്റെ ഈക്വൽ ലെങ്ത് ഉള്ള ആർക്ക്, ആ ആർക്ക് ഫോം ചെയ്യുന്ന ആംഗിളാണ് ഒരു റേഡിയൻ. അപ്പോൾ നമ്മളിപ്പോൾ 6 ലെങ്ത് ഉള്ള ആർക്കാണ് എടുത്തത്. അങ്ങനെയാണെങ്കിൽ 6 ലെങ്ത് ഉള്ള ഒരാർക്ക് കൂടി നമുക്കൊന്ന് പരിഗണിക്കാം. 6 ലെങ്ത് ഉള്ള ഒരാർക്ക് കൂടി പരിഗണിച്ചു, ഒരാർക്ക് കൂടി എടുത്തു. ലെങ്ത്ത് 6 തന്നെയാണ്, 6 ലെങ്ത്ത് തന്നെയുള്ള മറ്റൊരു ആർക്ക് കൂടി എടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് ഫോം ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? അത് വീണ്ടും ഒരു ആംഗിൾ ഫോം ചെയ്യുന്നു. ആ ആംഗിളും തീർച്ചയായും 1 റേഡിയൻ തന്നെ ആയിരിക്കും. ഈ ആർക്ക് ഫോം ചെയ്യുന്ന ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ ആംഗിൾ എന്ത് തന്നെ ആയിരിക്കും? 1 റേഡിയൻ തന്നെ ആയിരിക്കും. അപ്പോൾ മൊത്തം 6 അങ്ങനെ 2r എന്ന ലെങ്ത് ആണ് ആർക്കിനുണ്ടായിരിക്കുന്നത്. അപ്പോൾ 2r ലെങ്ത് ഉള്ള ആർക്ക്, അപ്പോൾ 6 ലെങ്ത് ഉള്ള ആർക്ക് 1 റേഡിയൻ, വീണ്ടും 6 ലെങ്ത് ഉള്ള ആർക്ക് വീണ്ടും 1 റേഡിയൻ. അപ്പോൾ ടോട്ടൽ ആർക്കിൻ്റെ ലെങ്ത് 2r ആയി മാറി. അപ്പോൾ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 2 റേഡിയനായി മാറും. എങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ചിന്തിച്ച് മറ്റൊരു ആർക്ക് കൂടി എടുക്കുകയാണ്. അപ്പോൾ ടോട്ടൽ ആർക്കിൻ്റെ നീളം 3r ആയി. അപ്പോൾ ആംഗിൾ എത്രയായി മാറും? 3 റേഡിയനായി മാറും. അപ്പോൾ നോക്കൂ, ഒന്നുകൂടെ ആലോചിക്കൂ. 6 ലെങ്ത് ഉള്ള ആർക്ക് എടുത്തപ്പോൾ റേഡിയസ് 6 ആണ്, അതേ നീളമുള്ള ആർക്ക് എടുത്തപ്പോൾ ആംഗിൾ 1 റേഡിയൻ എന്ന് കിട്ടി. റേഡിയസ് എത്രയാണോ അത്രയും നീളമുള്ള ആർക്ക് എടുത്തപ്പോൾ ആംഗിൾ 1 റേഡിയൻ എന്ന് കിട്ടി. ആർക്കിൻ്റെ ലെങ്ത് 2r ആയപ്പോൾ ആംഗിൾ 2 റേഡിയനായി മാറി. ആർക്ക് ലെങ്ത് 3r ആയപ്പോൾ ആംഗിൾ 3 റേഡിയനായി മാറി. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ ഈ കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. റേഡിയസ് ഓഫ് ദ ആർക്ക്, ആംഗിളും. ആർക്കിൻ്റെ ലെങ്ത് 6 ആയപ്പോൾ 1 റേഡിയൻ, ആർക്കിൻ്റെ ലെങ്ത് 2r ആയപ്പോൾ ആംഗിൾ 2 റേഡിയൻ, ആർക്കിൻ്റെ ലെങ്ത് 3r ആയപ്പോൾ ആംഗിൾ 3 റേഡിയൻ. അപ്പോൾ ആർക്ക് ലെങ്ത് 2.5r ആയിരുന്നുവെങ്കിൽ ആംഗിൾ 2.5 റേഡിയൻ ആകുമായിരുന്നു. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ആംഗിളിനെ കുറിച്ച് മറ്റൊരു കാര്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഒരു സർക്കിളിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ആ സർക്കിളിൻ്റെ പെരിമീറ്റർ. സർക്കിളിൻ്റെ പെരിമീറ്റർ കാണാനായി നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട്. 2πr ആണ്
ടോട്ടൽ ലെങ്ത് ഓഫ് സർക്കിൾ അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, ലെങ്ത് ആർക്ക് ലെങ്ത് 6 ആയാൽ 1 റേഡിയൻ എന്നാണ്, ആർക്ക് ലെങ്ത് 2r ആയാൽ ആംഗിൾ 2 റേഡിയൻ, ആർക്ക് ലെങ്ത് 3r ആയാൽ ആംഗിൾ 3 റേഡിയൻ, ആർക്ക് ലെങ്ത് 2.5r ആയാൽ ആംഗിൾ 2.5 റേഡിയൻ, ആർക്ക് ലെങ്ത് 3.1r ആയാൽ ആംഗിൾ 3.1 റേഡിയൻ. അങ്ങനെയെങ്കിൽ ആർക്ക് ലെങ്ത് 2πr ആയാൽ ആംഗിൾ എത്രയായിരിക്കും? 2π റേഡിയൻ ആയിരിക്കും. ആർക്ക് ലെങ്ത് 2πr ആയി കഴിഞ്ഞാൽ ആംഗിൾ 2π റേഡിയൻ ആയിരിക്കും. അപ്പോൾ ഒരു സർക്കിളിൻ്റെ ടോട്ടൽ മെഷർ, ആംഗിൾ മെഷർ, അത് റേഡിയൻ എന്ന യൂണിറ്റിൽ എടുക്കുകയാണെങ്കിൽ 2π റേഡിയൻ, ആർക്ക് ലെങ്ത് 2πr എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ സർക്കിൾ ഫുൾ ആണെന്നാ. അപ്പോൾ എത്ര 2π റേഡിയൻ ആവും? കാരണം ഈ ഒരു ബന്ധം ആലോചിച്ച് നോക്കിയാൽ മതി. ലെങ്ത് 6 വന്നാൽ ആംഗിൾ 1 റേഡിയൻ, ലെങ്ത് 2r വന്നാൽ ആംഗിൾ 2 റേഡിയൻ, ആർക്ക് ലെങ്ത് 3r വന്നാൽ ആംഗിൾ 3 റേഡിയൻ, ആർക്ക് ലെങ്ത് 2.5r വന്നാൽ ആംഗിൾ 2.5 റേഡിയൻ. അപ്പോൾ ആർക്ക് ലെങ്ത് 2πr വന്നാൽ, ആർക്ക് ലെങ്ത് 2πr എന്ന് പറയുന്നത് മൊത്തം സർക്കിളിൻ്റെ നീളമാണ്, വന്നാൽ ആംഗിൾ 2π റേഡിയൻ ആവും. അപ്പോൾ മൊത്തം സർക്കിളിൻ്റെ ആംഗിൾ മെഷർ എന്ന് പറയുന്നത് 2π റേഡിയൻ ആണ്. റേഡിയൻ എന്ന യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ ആംഗിൾ മെഷർ ഓഫ് എ സർക്കിൾ 2π റേഡിയൻ ആണ് എന്ന് മനസ്സിലായി. ഇനി ഈ റേഡിയൻ നമ്മൾ നേരത്തെ തന്നെ താഴ്ന്ന ക്ലാസ്സുകളിൽ പരിചയപ്പെട്ടിട്ടുള്ള ഡിഗ്രി എന്ന് പറയുന്ന മെഷറും ഇപ്പോൾ നമ്മൾ പരിചയിച്ച റേഡിയൻ എന്ന മെഷറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്കതൊന്ന് പരിശോധിക്കാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഡിഗ്രി ഉപയോഗിക്കുമ്പോൾ ഒരു സർക്കിളിൻ്റെ ടോട്ടൽ ഡിഗ്രി മെഷർ 360 ഡിഗ്രി ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ടോട്ടൽ മെഷർ ഓഫ് എ സർക്കിൾ ഇൻ ഡിഗ്രി 360 ഡിഗ്രി. ഇപ്പോൾ നമ്മൾ കണ്ടു സർക്കിളിൻ്റെ ആംഗിൾ മെഷർ റേഡിയനിലാണ് എടുക്കുന്നതെങ്കിൽ അത് 2π റേഡിയൻ ആണ്. അപ്പോൾ ഒരു സർക്കിളിൻ്റെ തന്നെ മെഷർ ഡിഗ്രി എന്ന യൂണിറ്റിൽ എടുത്താൽ 360 ആണ്, റേഡിയൻ എന്ന യൂണിറ്റ് എടുത്താൽ 2π റേഡിയൻ ആണ്. അപ്പോൾ 2π റേഡിയൻ ഈക്വൽ ടു 360 ഡിഗ്രി ആയിരിക്കും. ഇതിൻ്റെ ഹാഫ് എടുത്ത് 2πയുടെ ഹാഫ് എടുക്കുമ്പോൾ പൈ, 360യുടെ ഹാഫ് എടുക്കുമ്പോൾ 180. അപ്പോൾ പൈ റേഡിയൻ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനാണ്. ഡിഗ്രിയും റേഡിയനും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ പൈ റേഡിയൻ ഈക്വൽ ടു 180 ഡിഗ്രി. വളരെ ഇമ്പോർട്ടൻ്റ് റിലേഷൻ. നമുക്ക് ഇനി അങ്ങോട്ട് പലയിടത്തും ഉപയോഗിക്കേണ്ടി വരുന്ന റിലേഷനാണ്. പൈ റേഡിയൻ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി എന്ന് പറയുന്നത് എത്ര റേഡിയൻ ആയിരിക്കും? 180 ഡിഗ്രിയാണ് പൈ റേഡിയൻ. അപ്പോൾ 1 ഡിഗ്രി എന്ന് പറയുന്നത് ഇതിനെ 180 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 1 ഡിഗ്രി എന്ന് പറയുന്നത് പൈ ബൈ 180 റേഡിയൻ ആയിരിക്കും. 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു പൈ ബൈ 180 റേഡിയൻ. ഈ രണ്ട് റിലേഷനും നന്നായിട്ട് പഠിച്ചു വെക്കുക. പൈ റേഡിയൻ ഈക്വൽ ടു 180 ഡിഗ്രി, 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു പൈ ബൈ 180 റേഡിയൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി പൈ ബൈ 180 റേഡിയൻ ആണെങ്കിൽ ഒരു ഡിഗ്രിയിൽ തന്നിരിക്കുന്ന ഒരു ആംഗിളിനെ റേഡിയനിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ താഴ്ന്ന ക്ലാസ്സുകളിലൊക്കെ യൂണിറ്റ് കൺവേർഷൻ പഠിക്കാറുണ്ട്. 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ. അപ്പോൾ അവിടെ 1 മീറ്റർ ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു മീറ്ററിൽ തന്നാൽ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. തിരിച്ച് സെൻറ്റിമീറ്ററിൽ നിന്ന് മീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അതുപോലെ ഒന്ന് ചിന്തിച്ചേ, 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു പൈ ബൈ 180 റേഡിയൻ. അപ്പോൾ ഡിഗ്രിയിൽ നിന്ന് റേഡിയനിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ടു കൺവേർട്ട് ആംഗിൾ ഇൻ ഡിഗ്രി ടു ആംഗിൾ ഇൻ റേഡിയൻ, മൾട്ടിപ്ലൈ ബൈ പൈ ബൈ 180. ഡിഗ്രിയിൽ നിന്ന് റേഡിയനിലേക്ക് മാറ്റാൻ പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എങ്കിൽ തിരിച്ച് റേഡിയനിൽ നിന്ന് ഡിഗ്രിയിലേക്ക് മാറ്റാനോ? സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? പൈ ബൈ 180 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഒരെണ്ണം ഓർത്ത് വയ്ക്കുക, ഡിഗ്രി ടു റേഡിയൻ മൾട്ടിപ്ലൈ ബൈ പൈ ബൈ 180. നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾ കാണാം. 60 ഡിഗ്രി റേഡിയൻ ആക്കാൻ 60 ഇൻറ്റു പൈ ബൈ 180. ഈ 60 ഇൻറ്റു 3 അല്ലേ 180, അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് പൈ ബൈ 3 റേഡിയൻ എന്ന് കിട്ടും. അപ്പോൾ 60 ഡിഗ്രി എന്ന് പറയുന്നത് പൈ ബൈ 3 റേഡിയൻ ആണ്. ഇത് ഓർക്കാൻ വളരെ ഈസിയാണ്, കാരണം പൈ റേഡിയൻ 180 ഡിഗ്രിയാണ്. 180യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 60 ആവുക. അപ്പോൾ പൈയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 60 ഡിഗ്രി ഈക്വൽ ടു പൈ ബൈ 3 റേഡിയൻ. ഇങ്ങനെയും നമുക്ക് പെട്ടെന്ന് ഓർക്കാം. ഇത് എടുത്ത് പറഞ്ഞതിന് കാരണമുണ്ട്. നമ്മൾ ട്രിഗണോമെട്രി പഠിക്കുമ്പോൾ ചില ആംഗിളുകൾക്ക് ഇപ്പോൾ പ്രത്യേകതയുണ്ട്. 60 ഡിഗ്രി, 45 ഡിഗ്രി, 30 ഡിഗ്രി, അതുപോലെ 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, ഈ ആംഗിളുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ആ ആംഗിളുകളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ട്രിഗണോമെട്രി ഫംഗ്ഷനുകളുടെ വാല്യൂസ് നമ്മൾ കാണാത്ത തന്നെ പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഈ പർട്ടിക്കുലർ ആംഗിൾസ് 30, 45, 60, അതുപോലെ 90, 180, 270, 360. അതുകൊണ്ട് തന്നെ ഈ ആംഗിളുകളുടെ കറസ്പോണ്ടിങ് റേഡിയൻ മെഷർ ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതാണ്. ഓരോ തവണയും ഇപ്പോൾ 60 ഡിഗ്രി എന്ന് കാണുമ്പോൾ ഇതിന് പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ച് പൈ ബൈ 3 എന്ന് എഴുതാതെ ഈ 60 ഡിഗ്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പൈ ബൈ 3 റേഡിയൻ, ഈ രൂപത്തിൽ ആ ആംഗിൾ ഓർത്ത് വയ്ക്കണം. എന്ന് പറഞ്ഞാൽ എല്ലാ ആംഗിളും ഇങ്ങനെ ഓർത്ത് വയ്ക്കേണ്ട ആവശ്യം. അപ്പോൾ 20 ഡിഗ്രി പൈ ബൈ 9 റേഡിയൻ അത് ഓർത്ത് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. 20 ഡിഗ്രിക്ക് പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നും തന്നെ ഇല്ല.
അല്ലെങ്കിൽ 10 ഡിഗ്രി ഓർക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ പർട്ടിക്കുലർ ആംഗിൾസ് 30, 45, 60, 90, 180, 270, 360. അപ്പോൾ അതിൻ്റെ ഡിഗ്രി ആ റേഡിയൻ മെഷർ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കണ്ടു 60 ഡിഗ്രി π/3 റേഡിയൻ ആണെന്ന് കണ്ടു. അപ്പോൾ 30 ഡിഗ്രിയോ 30 ഇൻറ്റു π/180, ദാറ്റ് മീൻസ് π/6 റേഡിയൻ ആണ്. 45 ഡിഗ്രിയോ 45 ഇൻറ്റു π/180, ദാറ്റ് മീൻസ് π/4 റേഡിയൻ ആണ്. അത് 90 ഡിഗ്രിയോ 180 ഡിഗ്രിയാണ് പൈ റേഡിയൻ. അപ്പോൾ 90 ഡിഗ്രി π/2 റേഡിയനാണ്. അത് വളരെ എളുപ്പമാണ് ഓർക്കാൻ. 180 ഡിഗ്രിയാണ് പൈ റേഡിയൻ, 180/2 ആണ് 90, അപ്പോൾ π/2 റേഡിയൻ. അപ്പോൾ 270യോ 90യെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 270 ആവുന്നത്. അപ്പോൾ 5/2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് മീൻസ് 3π/2 റേഡിയൻ ആണ് 270 ഡിഗ്രി. ഈ ആംഗിൾസ് 60 ഡിഗ്രി π/3 റേഡിയൻ, 30 ഡിഗ്രി π/6 റേഡിയൻ, 45 ഡിഗ്രി π/4 റേഡിയൻ, 90 ഡിഗ്രി π/2 റേഡിയൻ, 270 ഡിഗ്രി 3π/2 റേഡിയൻ. ഈ ആംഗിളുകൾ നമുക്ക് ഓർക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിലൂടെ ഡിഗ്രിയും റേഡിയനുമായിട്ടുള്ള ബന്ധം പഠിച്ചു. ഈ ഡിഗ്രിയെ റേഡിയനിലോട്ട് മാറ്റാൻ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് പഠിച്ചു. തിരിച്ച് റേഡിയനെ ഡിഗ്രിയിലോട്ട് മാറ്റണമെങ്കിൽ π/180 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്നും പഠിച്ചു. ഇനി മറ്റൊന്ന് കൂടി, നമ്മൾ നേരത്തെ കണ്ട ഒരു കാര്യമുണ്ടല്ലോ, ഏതാ? ഒരു ആംഗിൾ മെഷറിനെ കുറിച്ച് കണ്ടപ്പോൾ നമ്മൾ റേഡിയൻ മെഷറിനെ കുറിച്ച് നമ്മൾ കണ്ടു. പിന്നെ സർക്കിളുടെ റേഡിയസ് 6, ആർക്ക് ലെങ്തും 6 ആണെങ്കിൽ ആംഗിൾ 1 റേഡിയൻ ആണ്. അപ്പോൾ സർക്കിളിൻ്റെ ആർക്കിൻ്റെ ലെങ്ത് 2r ആയിക്കഴിഞ്ഞാൽ 2r ആവുമെന്ന് പറഞ്ഞാൽ 2 ആർക്ക് ആവുക എന്ന്, അപ്പോൾ ആംഗിൾ 2 റേഡിയൻ ആവുമെന്ന് കണ്ടു. ആർക്ക് ലെങ്ത് 3r ആയാൽ ആംഗിൾ 3 റേഡിയൻ ആവും എന്ന് കണ്ടു. അതിൽ നിന്ന് നമ്മൾ നേരത്തെ ഒരു ടേബിൾ പോലെ എഴുതിയിരുന്നു. ഇങ്ങനെ എന്താണ്? ആർക്കിൻ്റെ ലെങ്ത് ഓഫ് ദി ആർക്കാണ്. ലെങ്ത് ഓഫ് ദി ആർക്ക് 6 ആണെങ്കിൽ ആംഗിൾ 1 റേഡിയൻ ആണ്. ലെങ്ത് ഓഫ് ദി ആർക്ക് 2r ആണെങ്കിൽ ആംഗിൾ 2 റേഡിയൻ ആണ്. ലെങ്ത് ഓഫ് ദി ആർക്ക് 3r ആണെങ്കിൽ ആംഗിൾ 3 റേഡിയൻ ആണ്. ലെങ്ത് ഓഫ് ദി ആർക്ക് 2.5r ആണെങ്കിൽ ആംഗിൾ 2.5 റേഡിയൻ ആണ്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇപ്പോൾ റേഡിയസ് ആർക്ക് ലെങ്ത് 6, ആംഗിൾ 1 റേഡിയൻ, ദാറ്റ് മീൻസ് r/r ആണ് 1. ആർക്ക് ലെങ്ത് 2r, ആംഗിൾ 2 റേഡിയൻ. ആർക്ക് ലെങ്ത് 2rനെ r കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 2 ആവുന്നത്. ഇവിടെ 3r ആണ് ആർക്ക് ലെങ്തിൽ, 3rനെ r കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3r/r 3 റേഡിയൻ ആവും. 2.5r ആർക്ക് ലെങ്ത്, അതിനെ r കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2.5/r ആംഗിൾ 2.5 റേഡിയൻ ആവും. അപ്പോൾ ആർക്ക് ലെങ്ത്, റേഡിയസ് ഓഫ് ദ ആർക്ക് എന്നല്ല വായിക്കേണ്ടത്, ആർക്ക് ലെങ്ത് എന്നാണ് വായിക്കേണ്ടത്. ആർക്ക് ലെങ്ത് 2.5r ആണെങ്കിൽ ആംഗിൾ 2.5 റേഡിയൻ ആവും. അപ്പോൾ ഇവിടെ എല്ലാം കാണുന്നത് ആർക്ക് ലെങ്തിന് r കൊണ്ട്, റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ആംഗിൾ ആവുന്നത്. ആർക്ക് ലെങ്ത് 6, r/റേഡിയസ് r/r അതാണ് 1 റേഡിയൻ. ആർക്ക് ലെങ്ത് 2r വന്നപ്പോൾ 2r/r, അപ്പോൾ r ക്യാൻസൽ ചെയ്തിട്ട് 2 റേഡിയൻ ആവും. ആർക്ക് ലെങ്ത് 3r വന്നപ്പോൾ 3r/r 3 റേഡിയൻ ആവും. ആർക്ക് ലെങ്ത് 2.5r വന്നാൽ ആംഗിൾ 2.5 റേഡിയൻ ആവും. അപ്പോൾ ആർക്ക് ലെങ്തും ആംഗിളും തമ്മിലൊരു ബന്ധമുണ്ട്. ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണ് ആംഗിൾ. അതൊരു പ്രധാനപ്പെട്ട റിലേഷനാണ്. ആംഗിൾ ഇൻ റേഡിയൻ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ആർക്ക് ലെങ്തിനെ റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ആംഗിൾ ആവുന്നത്. നമുക്ക് ആർക്ക് ലെങ്തിനെ L എന്നും റേഡിയസിനെ r എന്നും ആംഗിളിനെ തീറ്റ എന്നും ഡിനോട്ട് ചെയ്താൽ തീറ്റ ഈസ് ഈക്വൽ ടു L/r എന്ന് പറയാൻ പറ്റും. ഞാൻ ആ റിലേഷനോട് എഴുതിയിട്ടില്ല. ആർക്ക് ലെങ്തിനെ L എന്ന് ഡിനോട്ട് ചെയ്യുന്നു, റേഡിയസിനെ r എന്ന് ഡിനോട്ട് ചെയ്യുന്നു, ആംഗിളിനെ തീറ്റ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു L/r. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷനാണത്. തീറ്റ ഈസ് ഈക്വൽ ടു L/r, ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോളണം, ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് എന്ന് പറയുന്ന ആ റിലേഷൻ ആംഗിൾ റേഡിയൻ എന്ന യൂണിറ്റ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. ഡിഗ്രിയിലാണ് ആംഗിൾ അളക്കുന്നതെങ്കിൽ ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് അല്ല. അങ്ങനെ റിലേഷൻ അങ്ങനെ വരില്ല. ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് എന്ന് പറയണമെങ്കിൽ ആംഗിൾ ഏത് യൂണിറ്റ് ആയിരിക്കണം? ആംഗിൾ ഷുഡ് ബി ഇൻ റേഡിയൻ. റേഡിയൻ യൂണിറ്റ് ആയിരിക്കണം. ആ റേഡിയൻ എന്ന യൂണിറ്റിലുള്ള ആംഗിൾ, അതിനെ സംബന്ധിക്കുന്ന ഫോർമുലയാണ് പറഞ്ഞത്. ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്, ദാറ്റ് മീൻസ് തീറ്റ ഈസ് ഈക്വൽ ടു L/r. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോർമുല മറക്കാൻ പാടില്ല. തീറ്റ ഈസ് ഈക്വൽ ടു L/r, ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ഇനി ഒരു കാര്യം കൂടി, നമ്മളെടുത്ത സർക്കിളിൻ്റെ റേഡിയസ് 1 യൂണിറ്റ് ആണെന്ന് വിചാരിക്കാം. സർക്കിളിൻ്റെ റേഡിയസ് 1 യൂണിറ്റ് ആണെങ്കിൽ ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്, ദാറ്റ് മീൻസ് ആർക്ക് ലെങ്ത് ബൈ 1 എന്ന് വരും. ആർക്ക് ലെങ്ത് ബൈ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് തന്നെയല്ലേ കിട്ടുക. അപ്പോൾ ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് എന്ന് വരും. അപ്പോൾ റേഡിയസ് r ആണെങ്കിൽ ഇഫ് r ഈസ് ഈക്വൽ ടു 1, ദെൻ ആംഗിൾ ഇൻ റേഡിയൻ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് എന്ന് ആണ് വരിക. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഈ റേഡിയസ് ഈ r ൻ്റെ സ്ഥാനത്ത് 1 ആണ് വരുന്നതെങ്കിൽ ഈ ആർക്കിൻ്റെ നീളം
എത്രയാണോ അത് തന്നെയായിരിക്കും ആംഗിൾ എന്ന് പറയുന്നത്. ആർക്ക് ലെങ്ത് തന്നെയാണ് ആംഗിൾ. അതും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. 1 യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിൾ, നമ്മൾ അതിനെ യൂണിറ്റ് സർക്കിൾ എന്ന് വിളിക്കും. 1 യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിളാണ് പരിഗണിക്കുന്നതെങ്കിൽ ആർക്ക് ലെങ്ത് തന്നെയായിരിക്കും ആംഗിൾ. കാരണം ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണ് ആംഗിൾ. ആംഗിൾ ഇൻ റേഡിയൻ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസ് 1 ആയി കഴിഞ്ഞാൽ ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് തന്നെയാണ്. അപ്പോൾ ഈ റിലേഷനൊക്കെ വരുന്നത് ആംഗിൾ റേഡിയൻ മെഷർ ആകുമ്പോഴാണ്, ഡിഗ്രി മെഷർ ആകുമ്പോഴല്ല. അപ്പോൾ നമ്മൾ 2 യൂണിറ്റുകൾ പരിചയപ്പെട്ടു. ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏതാണ് ആംഗിളിൻ്റെ ഇൻ്റർനാഷണൽ യൂണിറ്റ്. ആംഗിളിൻ്റെ ഇൻ്റർനാഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഡിഗ്രി അല്ല, റേഡിയൻ ആണ്. നമ്മൾ താഴ്ന്ന ക്ലാസ്സുകൾ ഡിഗ്രി പരിചയപ്പെട്ടത് പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് വരയ്ക്കാൻ കഴിയുന്ന ഒരു യൂണിറ്റ് എന്ന നിലയിലാണ് നമ്മൾ ഡിഗ്രി പരിചയപ്പെട്ടത്. നിങ്ങളോടിപ്പോൾ പറയുകയാണ് π/4 റേഡിയൻ എടുത്ത് വരയ്ക്കൂ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊട്രാക്ടർ വെച്ച് π/4 അങ്ങനെ മെഷർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവിടെ നമുക്ക് ഡിഗ്രി എന്ന യൂണിറ്റ് ആവശ്യമുണ്ട്. കാരണം ഡിഗ്രിയിലോട്ട് മാറ്റിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. നിങ്ങളോട് π/2.5 റേഡിയൻ വരയ്ക്കൂ എന്ന് പറഞ്ഞാൽ π/2.5 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രൊട്രാക്ടർ എടുത്ത് അളന്ന് നോക്കാൻ പറ്റില്ല. അവിടെ അതിനെ ഡിഗ്രിയിലേക്ക് മാറ്റിയാൽ മാത്രമേ നമുക്ക് വരയ്ക്കാൻ കഴിയുള്ളൂ. അപ്പോൾ വരയ്ക്കുന്നതിന് സൗകര്യപ്രദമായ യൂണിറ്റ് എന്ന നിലയിലാണ് ഡിഗ്രി അതിന് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ആംഗിളിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഡിഗ്രി അല്ല, അത് റേഡിയനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അങ്ങോട്ട് ആംഗിളിനെ കുറിച്ച് പറയണം. ഈ ചാപ്റ്ററിലുടനീളം നമ്മൾ ആംഗിൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞില്ല എങ്കിൽ, സ്പെസിഫൈ ചെയ്ത് പറഞ്ഞില്ല എങ്കിൽ ആംഗിൾ ഷുഡ് ബി ഇൻ റേഡിയൻ. അതുകൊണ്ട് തന്നെ നമ്മൾ യൂണിറ്റ് എഴുതുമ്പോൾ പലപ്പോഴും ആംഗിൾ എഴുതാറില്ല. ആംഗിൾ ഇപ്പം ഞാൻ പറയുകയാണ് ആംഗിൾ π/3 എന്ന് പറഞ്ഞാൽ അത് π/3 റേഡിയൻ ആയിരിക്കും, ഡിഗ്രി ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് ചുരുക്കി പറയാം. ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ പഠിച്ചത് ആംഗിൾ എന്താണ്. ആംഗിൾ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് റൊട്ടേഷൻ ആണ്. എത്രമാത്രം ഒരു ഇനിഷ്യൽ സൈഡിൽ നിന്ന് ആരംഭിച്ച് ഒരു ടെർമിനൽ സൈഡിലേക്ക് എത്തിച്ചേരാൻ എത്രമാത്രം റൊട്ടേറ്റ് ചെയ്യേണ്ടി വന്നുവോ ആ റൊട്ടേഷൻ്റെ അളവിനെയാണ് ആംഗിളായി കണക്കാക്കുന്നത്. അത് റൊട്ടേഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ പോസിറ്റീവ് ആംഗിളായും റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആണെങ്കിൽ നെഗറ്റീവ് ആംഗിളായും പരിഗണിക്കും. ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയിൽ പറയുമ്പോൾ അത് 360 ഡിഗ്രിയാണ്. എത്ര വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാമെന്നുള്ളതുകൊണ്ട് ആംഗിൾ 360 അവസാനിക്കേണ്ടതില്ല. ഒരു റൊട്ടേഷൻ 360, രണ്ടാമത്തെ റൊട്ടേഷൻ ആകുമ്പോൾ 360 × 2 720, മൂന്നാമത്തെ റൊട്ടേഷൻ ആകുമ്പോൾ വീണ്ടും 360 1080. ഇങ്ങനെ എത്ര മാത്രം വേണമെങ്കിലും ആംഗിൾ കൂടി പോകാമെന്ന് പഠിച്ചു. അതുപോലെ ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ആംഗിൾ നെഗറ്റീവ് ആകുമെന്നും പഠിച്ചു. പിന്നെ നമ്മൾ ആംഗിൾ അളക്കാനുള്ള മറ്റൊരു യൂണിറ്റ് പരിചയപ്പെട്ടു, റേഡിയൻ. റേഡിയൻ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ എടുക്കുന്നു, അതിൻ്റെ റേഡിയസ് എത്രയാണെന്ന് എടുക്കുന്നു, ആ റേഡിയസിൻ്റെ അതേ ലെങ്ത്തുള്ള ആർക്ക് എടുക്കുന്നു, ആ ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് 1 റേഡിയനായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തത്. അതായത് ആർക്ക് ലെങ്ത്, റേഡിയസിൻ്റെ അതേ ലെങ്ത്തുള്ള ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ, അതാണ് 1 റേഡിയൻ. അവിടെ നിന്ന് റേഡിയനും ഡിഗ്രിയും കണക്ട് ചെയ്യുന്ന റിലേഷൻ പഠിച്ചു. π റേഡിയൻ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് പഠിച്ചു. അവിടെ നമ്മൾ π/2 റേഡിയൻ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണെന്ന് പഠിച്ചു. മാത്രമല്ല 1 ഡിഗ്രി എന്ന് പറയുന്നത് π/180 റേഡിയൻ ആണെന്നും അതുകൊണ്ട് ഡിഗ്രിയിൽ നിന്ന് റേഡിയനിലേക്ക് മാറ്റാൻ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നും പഠിച്ചു. പിന്നീട് പഠിച്ചത് റേഡിയൻ ആംഗിൾ എന്ന് പറയുന്നത് ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണ് എന്ന് പഠിച്ചു. ആംഗിൾ ഇൻ റേഡിയൻ ആണെങ്കിൽ ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണെന്നും റേഡിയസ് 1 ആയി കഴിഞ്ഞാൽ ആംഗിൾ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ആകുമെന്നും പഠിച്ചു. റേഡിയൻ ആണ് ആംഗിളിൻ്റെ SI യൂണിറ്റ് എന്നുള്ളതും പഠിച്ചു. അതുകൊണ്ട് ഇനി അങ്ങോട്ട് നമ്മൾ ആംഗിൾ എഴുതുമ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞില്ല ആംഗിൾ ഷുഡ് ബി ഇൻ റേഡിയൻ. ആംഗിൾ നമ്മൾ എഴുതുമ്പോൾ റേഡിയൻ എന്ന് പലപ്പോഴും എഴുതാറില്ല. വെറും ആംഗിൾ വാല്യൂ മാത്രം എഴുതും. വാല്യൂ മാത്രം എഴുതിയാൽ അത് റേഡിയൻ ആയിരിക്കും. ഡിഗ്രി ആണെങ്കിൽ പ്രത്യേകിച്ച് ഡിഗ്രി എന്നെടുത്ത് കാണിക്കും. നമ്മൾ ഇനി അങ്ങോട്ട് പല ട്രിഗണോമെട്രി ഫംഗ്ഷനൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പലയിടത്തും എഴുതും കോസ് എക്സ്, സൈൻ എക്സ് എന്നൊക്കെ എഴുതും. ആ കോസ് എക്സ് എന്ന് എഴുതിയാൽ ആ എക്സ് എന്ന് പറയുന്നത് റേഡിയൻ ആണ്, ആംഗിൾ ഡിഗ്രി അല്ല എന്നുള്ളത് കൂടി അറിയണം. ഇനി മറ്റൊന്ന്, നമ്മൾ നേരത്തെ റൊട്ടേഷനെ കുറിച്ച് പറഞ്ഞല്ലോ. റൊട്ടേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഞാൻ ആ റൊട്ടേഷൻ ഒന്നുകൂടി കാണിക്കാം. ഇപ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആംഗിളാണ്. അപ്പോൾ എന്താ, റൊട്ടേറ്റ് ചെയ്ത് നമ്മളിത് ഇവിടെ എത്തിച്ചേരുന്നു, ഈ പൊസിഷനിൽ എത്തിച്ചേരുന്നു. ഇവിടെ എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞല്ലോ 90 ഡിഗ്രിയാണ് എന്ന് പറഞ്ഞു. പക്ഷേ അത് റേഡിയനിൽ പറഞ്ഞാൽ അത് π/2 റേഡിയനാണ്. ഈ റൊട്ടേഷൻ വീണ്ടും തുടരുകയാണ്. വീണ്ടും ഒന്നുകൂടി റൊട്ടേറ്റ് ചെയ്യുകയാണ്. വീണ്ടും റൊട്ടേറ്റ് ചെയ്യുകയാണ്. റൊട്ടേറ്റ് ചെയ്ത് ഈ പൊസിഷനിൽ എത്തിച്ചേരുന്നു. ഹാഫ് റൊട്ടേഷൻ പൂർത്തിയാക്കുന്നു. അപ്പോൾ ആംഗിൾ എന്ന് പറയുന്നത് π റേഡിയൻ ആണ്. 180 ഡിഗ്രി എന്ന് പറയുന്നത്
പൈ റേഡിയൻ. ഈ വാല്യൂസ് നമ്മൾ ഈ പൊസിഷൻസ് നമ്മളൊന്ന് ഓർത്ത് വെക്കേണ്ട, നമുക്ക് ഒരുപാട് ഉപയോഗിക്കേണ്ടി വരണ്ട. ഈ പൊസിഷൻ കാണുമ്പോൾ തന്നെ 90 ഡിഗ്രി അല്ലെങ്കിൽ π/2 റേഡിയൻ, ഇവിടെ എത്തുമ്പോൾ 180 ഡിഗ്രി അല്ലെങ്കിൽ പൈ റേഡിയൻ. ഈ റൊട്ടേഷൻ വീണ്ടും തുടരുകയാണ്, തുടർന്ന് വീണ്ടും ഒരു ഒരു 1/4 റൊട്ടേഷൻ കൂടി പൂർത്തിയാക്കുന്നു. ദാറ്റ് മീൻസ് വീണ്ടും ഒരു 90 ഡിഗ്രി കൂടി എന്ന് പറഞ്ഞാൽ നേരത്തെ പൈ ആയിരുന്നു, അതിൻ്റെ കൂടെ ഒരു π/2 കൂടെ കൂടി. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/2 ആണല്ലോ, π/2 കൂടെ കൂടി. അപ്പോൾ 270 ഡിഗ്രി അല്ലെങ്കിൽ 3π/2 റേഡിയൻ ആയി മാറി. ഇങ്ങനെ ഓർക്കാം, ആദ്യം വന്നപ്പോൾ π/2, വീണ്ടും ഒരു 90 കൂടി, ദാറ്റ് മീൻസ് വീണ്ടും ഒരു π/2 കൂടി വന്നു. അപ്പോൾ π/2 പ്ലസ് π/2 അത് 2π/2, 2π/2 ആണ് പൈ. വീണ്ടും ഒരു π/2 വരിക, അപ്പോൾ 2π/2 പ്ലസ് π/2 അത് 3π/2 ആണ്. വീണ്ടും റൊട്ടേറ്റ് ചെയ്യാണ്, വീണ്ടും ഒരു π/2 കൂടി വരികയാണ്. അപ്പോൾ 3π/2 വീണ്ടും π/2 കൂടി റൊട്ടേറ്റ് ചെയ്താൽ 3π/2 പ്ലസ് കംപ്ലീറ്റ് റൊട്ടേഷൻ പൂർത്തിയാക്കുകയാണ്. അപ്പം വീണ്ടും ഒരു π/2 കൂടി, ദാറ്റ് മീൻസ് 90 കൂടി റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ 3π/2 പ്ലസ് π/2 ദാറ്റ് മീൻസ് 4π/2. ആ 4π/2 ആണ് 2π. പക്ഷെ റൊട്ടേഷൻ ഇവിടെ അവസാനിക്കേണ്ടതില്ലല്ലോ, ഇനിയും റൊട്ടേഷൻ തുടരാമല്ലോ. അപ്പോൾ 2π ആണ് നമ്മൾ എത്തി നിൽക്കുന്നത്, അതായത് 360 ഡിഗ്രിയാണ് 2π റേഡിയൻ എന്ന് പറയുന്നത്. റൊട്ടേഷൻ ഇവിടെ അവസാനിക്കേണ്ടതില്ല, ഇനിയും റൊട്ടേഷൻ തുടരാം. അപ്പോൾ ഇതിൻ്റെ കൂടെ വീണ്ടും ഒരു 90 കൂടി കൂടുന്നു എന്ന് വിചാരിക്കുക. വീണ്ടും 90 എന്ന് പറഞ്ഞാൽ π/2 റേഡിയൻ ആണല്ലോ. അപ്പോൾ ഇവിടുന്ന് വീണ്ടും 90 കൂടുന്നു, ദാറ്റ് മീൻസ് വീണ്ടും π/2 കൂടുന്നു. അപ്പോൾ 2πയുടെ കൂടെ π/2 കൂടി. 2π എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടല്ലോ, 4π/2 ആണെന്ന് കണ്ടല്ലോ. അതിൻ്റെ കൂടെ വീണ്ടും ഒരു π/2 കൂടി കൂടുന്നു. അപ്പോൾ എന്ത് കിട്ടും? 4π/2 പ്ലസ് π/2. അപ്പോൾ ആ എത്തിച്ചേരുന്ന പൊസിഷൻ, ഈ പൊസിഷനിലെത്തി. നേരത്തെ π/2 എന്തായിരുന്നോ അതേ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. പക്ഷെ അതിന് നമ്മൾ 5π/2 എന്നാണ് പറയുക. ആ എത്തിയ പൊസിഷന് 5π/2. 5π/2 എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ എത്തിയ π/2 തന്നെയാണ്, അതേ പൊസിഷൻ തന്നെയാണ്. പക്ഷെ രണ്ടാമത് റൊട്ടേറ്റ് ചെയ്ത് വന്നതാണ് 5π/2. ഇനി ഇത് വീണ്ടും തുടരുക, വീണ്ടും ഒരു π/2 കൂടി പോവാണ്. അപ്പോൾ 5π/2ൻ്റെ കൂടെ വീണ്ടും ഒരു π/2 കൂടി വരുന്നു. അപ്പോൾ 6π/2. 6π/2 എന്ന് പറഞ്ഞാൽ അത് 3π ആവും. അപ്പോൾ 3π എന്ന് പറഞ്ഞാൽ നേരത്തെ പൈയുടെ അതേ പൊസിഷനാണ്. ഇത് വീണ്ടും തുടരുകയാണ്, ഒന്നുകൂടി വീണ്ടും അത് റൊട്ടേറ്റ് ചെയ്യാണ്. 6π/2 വീണ്ടും ഒരു 90 ഡിഗ്രി കൂടി, ദാറ്റ് മീൻസ് വീണ്ടും ഒരു π/2 കൂടി റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ നേരത്തെ 3π/2 എന്ന് പറഞ്ഞ ആ സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അത് 7π/2 ആയി മാറി. 7π/2 കാണുന്നുണ്ട്. 7π/2 അത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ 3π/2ൻ്റെ അതേ സ്ഥലം തന്നെയാണ് 7π/2. ഈ റൊട്ടേഷൻ തുടരുകയാണ്, വീണ്ടും ഒരു π/2 കൂടി റൊട്ടേറ്റ് ചെയ്യുകയാണ്. വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് അടുത്ത രണ്ടാമത്തെ റൊട്ടേഷൻ പൂർത്തിയാക്കുന്നു. അപ്പോൾ 7π/2ൻ്റെ കൂടെ π/2 അത് 8π/2 ആണ്. 8π/2 എന്ന് പറയുന്നത് 4π ആണ്, 4π ആയി. അപ്പോൾ ഇന്ന് നോക്കിയേ, ഈ പൊസിഷൻസ് ഒന്നുകൂടെ നോക്കുക. ഇവിടെ 0 ആയിരുന്നു, π/2ലെത്തി. ഇവിടെ നിന്ന് വീണ്ടും π/2 പ്ലസ് π/2 ദാറ്റ് മീൻസ് 2π/2 അല്ലെങ്കിൽ പൈയിലെത്തി. ആ 2π/2ൻ്റെ കൂടെ വീണ്ടും π/2 റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ 3π/2ലെത്തി. വീണ്ടും π/2 കൂടി ഇപ്പോൾ നോക്കുമ്പോൾ 3π/2 പ്ലസ് π/2 ദാറ്റ് ഇസ് 4π/2 അത് 2πയിലെത്തി. വീണ്ടും π/2 വരുമ്പോൾ 4π/2 പ്ലസ് π/2 5π/2. അടുത്ത 6π/2 അത് 3π. വീണ്ടും 7π/2. വീണ്ടും 8π/2 ദാറ്റ് മീൻസ് 4π. അപ്പോൾ അടുത്ത ഇത് സംഭവിക്കുന്ന ആലോചിച്ച് നോക്കിയാൽ 8π/2 അല്ലേ, ഇവിടെ എത്തുമ്പോൾ 9π/2. അടുത്ത 10π/2 ദാറ്റ് മീൻസ് 5π. ഇവിടെ എത്തുമ്പോൾ 11π/2. വീണ്ടും ഇവിടെ എത്തുമ്പോൾ 12π/2 അല്ലെങ്കിൽ 6π. അടുത്ത വീണ്ടും 13π/2. ദെൻ ഇവിടെ 14π/2 ദാറ്റ് മീൻസ് 7π. ദെൻ അടുത്ത 15π/2. അടുത്ത 16π/2 അല്ലെങ്കിൽ 8π. അപ്പോൾ ഇങ്ങനെ പോകും. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കിയേ, ഇത് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കേസാണ്. ഈ പൊസിഷനിൽ വരുന്ന ഏതൊക്കെ ആംഗിളാണ്? പൈ വരും, 3π വരും, 5π വരും, 7π വരും. പൈയെ ഓഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ എടുത്ത് കിട്ടുന്ന ആംഗിൾസ് ആയിരിക്കും ഇവിടെ വരിക. എന്നാൽ ഇവിടെ വരുന്നതോ, അവിടെ 2π വരും, 4π വരും, 6π വരും, 8π വരും. പൈയെ ഈവൻ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ എന്നാണ് ഇവിടെ വരിക. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുകയാണ് 100π അത് എവിടെ വരിക? 100π ഇതാ ഈ പൊസിഷനിലാണ് വരിക. ഈവൻ നമ്പർ ആയതുകൊണ്ട് ഈ പൊസിഷനിലാണ് 100π വരിക. എന്നാൽ 73π ഓഡ് നമ്പർ 73 ഓഡ് നമ്പർ ആയതുകൊണ്ട് ഇവിടെ വരികയുള്ളൂ.
അപ്പോൾ പൈയുടെ ഈവൻ മൾട്ടിപ്പിൾസ് ഈ പൊസിഷനിലും പൈയുടെ ഓഡ് മൾട്ടിപ്പിൾസ് ഈ പൊസിഷനിലേക്ക് ആയിരിക്കും വരിക. എന്നാൽ ഇവിടുത്തെ ഈ രണ്ട് പൊസിഷൻ, ഈ π/2 ഈ 3π/2, ഈ രണ്ട് പൊസിഷനിൽ വരുന്ന ആംഗിൾസ് പരിശോധിച്ച് നോക്കിയാൽ π/2 അവിടെ, 3π/2 ഇവിടെ, 5π/2 മുകളിൽ, 7π/2 താഴെ, 9π/2 മുകളിൽ, 11π/2 താഴെ. അപ്പോൾ 5/2, 3π/2, 5π/2, 7π/2, 9π/2 എന്ന് പറഞ്ഞാൽ π/2 ഇൻറ്റു ഓഡ് നമ്പർ, π/2 ൻ്റെ ഓഡ് മൾട്ടിപ്പിൾസ് ആണ് ഈ മുകളിലും താഴെയുമുള്ള രണ്ട് പൊസിഷനുകളിൽ വരിക. ഇതൊന്ന് ഓർത്ത് വയ്ക്കേണ്ടതൊരു കാര്യമാണ്. നമുക്ക് പിന്നീട് അങ്ങോട്ട് പല സ്ഥലങ്ങളിൽ ഇത് ഉപയോഗമുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ആംഗിളുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. നമ്മൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻ പഠിക്കുന്നതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന നിലയിലാണ് നമ്മളിത് പരിചയപ്പെട്ടത്. അപ്പോൾ ഇത് സംബന്ധിച്ച് ഉള്ള പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒന്ന് നന്നായി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് വരേണ്ടത്. അപ്പോൾ ഈ ഒരു ടോപ്പിക് നമ്മളിവിടെ കൊണ്ട് നിർത്തുകയാണ്. ഓക്കെ, താങ്ക്സ്.